ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നാം ദൈവത്തിൻ്റെ സന്നിധിയോടെ ചേർന്ന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും കഴിയുന്നത്രയും ആയിരിക്കുന്നിടത്തോളം എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കൊയറ് ഒരു പാട്ട് ഇപ്പോൾ പാടും. നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങുവാനും പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കപ്പെടുവാനും ഇടയാകട്ടെ. പരിശുദ്ധനാം താതനെ എന്നുള്ള പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടി ധ്യാനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോടെ എതിർത്തിടുവാൻ, തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോടെ എതിർത്തിടുവാൻ, തിരുകൃപ മതി എനിക്ക്.
മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാൻ, നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ ആലയത്തിൽ അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ആയിരുന്നിടങ്ങളിലെല്ലാം കർത്താവിൻ്റെ കാവലും പരിപാലനവും കർത്താവ് ഞങ്ങളോട് കൂടെയിരുന്നു. സമാധാനത്തോട് സന്തോഷത്തോട് ദൈവസ്നേഹത്തോട് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന നല്ല സാവകാശത്തിനായിട്ട് അവസരത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, ഹല്ലേലൂയ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ, സ്വർഗത്തിൽ സറാപ്പുകൾ പരിശുദ്ധൻ 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 എന്ന് സ്തുതിക്കുന്നവനെ, ഹല്ലേലൂയ, മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ട് വണങ്ങുന്നവനെ, ഒന്നിച്ച് കർത്താവെ അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് അവിടുത്തെ മഹനീയമായ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ ഒന്നിച്ച് നന്ദി പറഞ്ഞ് അവിടുത്തെ പാദപീഠയായിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കുമാറാകണം. അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായി അങ്ങയുടെ വചനവുമായിട്ട് നിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പേരായിട്ട് കർത്താവ് സഹായിക്കുമാറാകണം. കർത്താവെ, ദൂരത്തും ചാരത്തുമായി ഞങ്ങളോടൊപ്പം അങ്ങേ മഹത്വപ്പെടുത്തുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ സ്തോത്രം തരുന്ന നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ ഇതിനെ വീണ്ടും സ്തുതിക്കുന്നു. ഒന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ നന്ദിയോടങ്ങ് മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും അങ്ങയുടെ നാമത്തിന് സ്തുതി കരയേറ്റുവാനും നീ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഒരുക്കിയിരിക്കുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഒന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ താഴുമ്പോൾ കർത്താവെ സ്തോത്രം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കും. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, കർത്താവെ സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ കർത്താവെ അനുഗ്രഹീതമായ കൂട്ടായ്മയിലൂടെ അങ്ങേ സ്തുതിക്കുവാൻ, കർത്താവെ വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മധ്യത്തിൽ തുറന്നു തരുവാനും ഒക്കെ ഞങ്ങൾ ഇതിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ശുശ്രൂഷകളും അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. നാം ചേർന്ന് ചില പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായിട്ട് പോവുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുവാൻ, വിശേഷാൽ ഈ സമയത്താണ് നമുക്ക് പ്രാർത്ഥിക്കുവാനും നമ്മുടെ ഉള്ളം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതി കരയേറ്റുവാനും കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ സന്തോഷത്തോടെ കരങ്ങളെ തട്ടി അന്യചിന്തകൾ വെടിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പാടി സ്തുതിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കൊയർ പാടി പുകഴ്ത്തിടാം ദേവദേവനെ എന്നുള്ള പാട്ട് പാടുമ്പോൾ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും പുകഴ്ത്തിടുമേ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ, പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ഗാനം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. നാം എല്ലാവരും ഒരുക്കത്തോടെ സമർപ്പണത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും പല സ്ഥലങ്ങളിലാണ് ആയിരിക്കുന്നതെങ്കിലും ഓൺലൈനായിട്ടാണ് നാം കർത്താവിനെ ആരാധിക്കുന്നതെങ്കിലും ഹല്ലേലൂയ, നമ്മുടെ ഏക മനസ്സായി ഏക ഉദ്ദേശത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളങ്ങളെ അറിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് ഹല്ലേലൂയ സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മുടെ ആരാധന സ്വീകരിച്ച് ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ നമുക്ക് ചേർന്ന് പാടി സ്തുതിക്കാം. വീണ്ടും നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഫോർ ദ ക്രോസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ആ സ്വർഗീയ പ്രവൃത്തി ഒരു കണ്ണിന് കാണാതെ, ഒരു ചെവി അറിയാതെ, ഒരു ഹൃദയത്തിൽ തോന്നാതെ, ഹാഡ് ദേ നോൺ ഇറ്റ് ദേ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി. ദൈവം മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതി, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം മറച്ചു വെച്ചിരുന്ന ഹല്ലേലൂയ ആ കാൽവറി ക്രൂസിലൂടെ നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവം നമ്മളോട് കാണിച്ച അഗാധമായ അതുല്യമായ ദൈവസ്നേഹത്തിനായിട്ട് നമുക്ക് ചേർന്ന് നന്ദി പറയാം. താങ്ക് യു ഫോർ ദ ക്രോസ് ലോർഡ് എന്നുള്ള പാട്ട് കൊയർ ചേർന്ന് പാടുമ്പോൾ നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb seated on the throne.
Crown you now with many crowns. You reign victorious. High and lifted up, Jesus, Son of God, the darling of heaven, crucified. Worthy is the Lamb. Worthy is the Lamb. Worthy is the Lamb. Worthy is the Lamb. Thank you, Jesus. Thank you, Lord. സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവിൻ്റെ ക്രൂശിന് നന്ദി പറയുവാൻ ആത്മാർത്ഥമായിട്ട് ആ തകർക്കപ്പെട്ട ശരീരത്തിനായിട്ട്, ഹല്ലേലൂയ, ആ തുറക്കപ്പെട്ട ശരീരത്തിനായിട്ട്, ആ തുളയ്ക്കപ്പെട്ട കരങ്ങൾക്കായിട്ട്, ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിനായിട്ട് ഒക്കെ നമുക്ക് ചേർന്ന് നന്ദി പറയുവാൻ ദൈവം തരുന്ന അവസരത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഹല്ലേലൂയ, ഈ മണ്ണിലായിരിക്കുമ്പോൾ, ഈ മൺകുടാരത്തിൽ നാം ഈ ലോകത്തിൽ ശേഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ സത്യം മനസ്സിലാക്കുവാനും അതോർത്ത് കർത്താവിന് നന്ദി പറയുവാനും നമുക്ക് ലഭിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, അങ്ങനെ പാടി സ്തുതിച്ചുകൊണ്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ശുശ്രൂഷയാണല്ലോ, നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. ഹല്ലേലൂയ, അടുത്തതായിട്ട് തിരുവചന വായനയ്ക്കായിട്ട് നാം കടക്കുകയാണ്. ബൈബിൾ റീഡിംഗ് ആശിഷ് തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. ബൈബിൾ കരങ്ങളിലുള്ളവരെല്ലാവരും അതെടുക്കുവാനും വായിക്കുന്ന ഭാഗം ചേർന്ന് വായിക്കുവാനും ശ്രദ്ധിക്കുവാനും ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിൾ റീഡിംഗ് ആശിഷ് തോമസ്. Praise the Lord. Acts chapter 20, verses 1 to 19. And after the uproar was ceased, Paul called unto him the disciples, and embraced them, and departed for to go into Macedonia. And when he had gone over those parts, and had given them much exhortation, he came into Greece, and there abode 3 months. And when the Jews laid wait for him, as he was about to sail into Syria, he purposed to return through Macedonia. And there accompanied him into Asia Sopater of Berea, and of the Thessalonians, Aristarchus and Secundus, and Gaius of Derbe, and Timotheus, and of Asia, Tychicus and Trophimus. These going before tarried for us at Troas. And we sailed away from Philippi after the days of unleavened bread, and came unto them to Troas in 5 days, where we abode 7 days. And upon the first day of the week, when the disciples came together to break bread, Paul preached unto them, ready to depart on the morrow, and continued his speech until midnight. And there were many lights in the upper chamber, where they were gathered together. And there sat in a window a certain young man named Eutychus, being fallen into a deep sleep. And as Paul was long preaching, he sunk down with sleep, and fell down from the 3rd loft, and was taken up dead. And Paul went down and fell on him, and embracing him said, Trouble not yourselves, for his life is in him. When he therefore was come up again, and had broken bread and eaten, and talked a long while, even till break of day, so he departed. And they brought the young man alive, and were not a little comforted. And we went before to ship, and sailed unto Assos, there intending to take in Paul, for so had he appointed, minding himself to go afoot. And when he met with us at Assos, we took him in, and came to Mytilene. And we sailed thence, and came the next day over against Chios. And the next day we arrived at Samos, and tarried at Trogyllium. And the next day we came to Miletus. For Paul had determined to sail by Ephesus, because he would not spend the time in Asia, for he hasted, if it were possible for him, to be at Jerusalem the day of Pentecost. And from Miletus he sent to Ephesus, and called the elders of the church.
And when they were come to him, he said unto them, Ye know from the first day that I came into Asia, after what manner I have been with you at all seasons, serving the Lord with all humility of mind, and with many tears and temptations, which befell me by the lying in wait of the Jews. വായിച്ച് കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിൽ നിന്നൊരു പ്രഭാഷണം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. എങ്കിലും ആ വേദഭാഗം ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ഒരാഴ്ചയിൽ അതൊരനുഭവമായി തീരുവാൻ, എല്ലാ നിലയിലും കർത്താവ് അതിലൂടെ നമ്മളോട് ഇടപെടുവാൻ ഒക്കെ ദൈവം സഹായിക്കട്ടെ. ഈ ഒരാഴ്ച അതൊരു അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയായി തീരുവാൻ, ആ വചനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് ആ വചനത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ നല്ല അനുഭവങ്ങളെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നാം പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തലയുണക്കുവാൻ പോവുകയാണ്. ചില കാര്യങ്ങൾ നാം ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു ഉത്തരവാദിത്വമാണ്. ഒരു ദൈവിക ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന പോലെ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി, അതിലൂടെ തുറന്ന ഹല്ലേലൂയ ആ രക്ഷാമാർഗം, ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, അതായത് നിരപ്പിൻ്റെ ശുശ്രൂഷ, കർത്താവിൻ്റെ സ്ഥാനാപതികളായി ക്രൂസിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി ലോകം മുഴുവനും ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ നമ്മോട് കണക്കിടാതെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുന്നു. ഈ വലിയ ശുശ്രൂഷ ലോകത്തെ അറിയിക്കുവാൻ നാം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിനായി ദ ഗേറ്റ് മിനിസ്ട്രീസിൽ ആരംഭിച്ചിരിക്കുന്ന എല്ലാ പോഷക സംഘടനകളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന നേതൃനിരയെ ഒക്കെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, ഇന്നർ സർക്കിളിനായിട്ട്, ദ ഗേറ്റ് ചർച്ചിനായിട്ട്, സ്കൂൾ ഓഫ് ടയർനെസ്സിനായിട്ട്, തുറന്നൂസിൻ്റെ പാഠശാല, അതായത് സാറ്റർഡേയ്സിലെ ബൈബിൾ ക്ലാസ്സിനായിട്ട്, അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട്, ഹിന്ദി മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കായിട്ട്, കേരളത്തിൽ നടക്കുന്ന മറ്റ് സഭാ ശുശ്രൂഷകൾക്കായിട്ട് ഒക്കെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സകലത്തിലും കർത്താവിൻ്റെ നാമം മഹിമപ്പെടണം. ഒരേ ഒരു ലക്ഷ്യം, ക്രൂശിൽ കൂടെ തുറന്ന രക്ഷാ പദ്ധതിയെ ലോകത്തെ അറിയിക്കണം. അതിനായിട്ട് ദൈവം നമ്മുടെ കരങ്ങളെയും ഹല്ലേലൂയ നമ്മളെയും ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് ഹല്ലേലൂയ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ലോക്കൽ ചർച്ചുകൾ, കൂട്ടായ്മകൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അതായിത്തീരുവാനും അനേകരോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും 100, 60, 30 മേനിയായി അത് വളരുവാനും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കോട്ടയത്തിനായിട്ട്, ചങ്ങനാശ്ശേരിക്കായിട്ട്, കറുകച്ചാലിനായിട്ട് നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. അടിമാലിക്കായിട്ട്, പറവൂരിനായിട്ട്, ബത്തേരിക്കായിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എറണാകുളത്തിനായിട്ട്, തിരുവനന്തപുരത്തിനായിട്ട് ഒക്കെ വിശേഷാൽ പ്രാർത്ഥിക്കാം. അവിടെയൊക്കെ നടക്കുന്ന പ്രാർത്ഥനകൾ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കൂടാതെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളുണ്ട്. നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. നാം ചേർന്ന് തല കർത്താവായ യേശു ക്രിസ്തുവും ശരീരം നാം എല്ലാവരുമായിട്ടായിരിക്കുമ്പോൾ, ഒരു ശരീരത്തിൻ്റെ ഒരു അവയവത്തിന്, ഒരു ഭാഗത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ മറ്റുള്ളവരൊക്കെ ചേർന്ന് ആ ദുഃഖം അനുഭവിക്കുന്ന പോലെ ഹല്ലേലൂയ നമുക്ക് ആ പ്രയാസങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നന്ദിയോടെ സ്തോത്രത്തോടെ അറിയിക്കാം. രോഗങ്ങൾ, പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. പലവിധമായ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പല കുട്ടികൾ എക്സാംസിനോടുള്ള ബന്ധത്തിലായിരിക്കുന്നവരെയൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നവർക്കായിട്ടൊക്കെ നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. രോഗങ്ങൾ, പ്രയാസങ്ങളായിരിക്കുന്നവർ സൗഖ്യവും വിടുതലും സമാധാനവും ഒക്കെ അനുഭവിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ കാലയളവിൽ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവർക്കായിട്ടും ദൈവം കൊടുത്ത എല്ലാ നന്മകൾക്കായിട്ടും നമുക്ക് ചേർന്ന് നന്ദി പറയാം. ഈ കൂട്ടത്തിൽ ഒന്നിച്ച് നിൽക്കുന്നവർ പലരും പല വിഷയങ്ങളുമായിട്ട് നെടുവീർപ്പോടെ ആയിരിക്കുമ്പോൾ കർത്താവ് അവരുടെ മുഖത്തെ ആദരിക്കേണ്ടതിനായിട്ട്, ഈ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് തന്നെ ദൈവിക പ്രവൃത്തി അവരുടെ വിഷയത്തിന്മേൽ കാണേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ചേർന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹങ്ങളെ അയക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കുക. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ മനസ്സുകളെയും നമ്മുടെ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തി അതിലൂടെ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാനും സഹായിക്കേണ്ടതിനായിട്ട്, ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ തരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങളിതിനെ വീണ്ടും സ്തുതിക്കുന്നു. തൃപാദപീഠ ഞങ്ങൾ ഒന്നിച്ചായിരിക്കുന്നു.
പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കായിട്ടും ഞങ്ങൾ ഇതിനോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ കരമനുകൂലമായി കാണുവാൻ അങ്ങ് സഹായിച്ചാട്ട് ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി കണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് എനിക്ക് വലിയവ ചെയ്തു നന്ദിയോട് പറയുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കും. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടുന്ന ആത്മീക ശക്തി ഞങ്ങളുടെ മേൽ പകരും. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിക്കും. അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഞാൻ വിശേഷാൽ ഓർക്കുകയും യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായത്തിൻ്റെ തുടർമാനമായ ചില ചിന്തകളിലേക്കാണ് നാം ഇന്ന് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 8-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ച് അല്പമായി ധ്യാനിക്കുവാനായിട്ടിടയായി. എന്നാൽ അത് തീർക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. തുടർമാനമായിട്ടുള്ള ചിന്തകളിലേക്ക് നാം കടന്നു വരികയാണ്. 32-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഇവിടെ നമുക്കറിയാം, എത്യോപ്യക്കാരൻ ഒരു ഷണ്ണൻ യെരുശലേം ദേവാലയത്തിൽ തൊഴാൻ വന്നതിന് ശേഷം മടക്കയാത്രയിൽ ഗസയ്ക്ക് അരികെയുള്ള നിർജ്ജന പ്രദേശത്തോടുകൂടി തൻ്റെ തേരിൽ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ ഷണ്ണൻ്റെ അടുത്തേക്ക് അയക്കുകയും താൻ വായിക്കുന്നത് തേരിനോട് ചേർന്ന് നിന്ന് കേൾക്കുകയും തന്നോട് വായിക്കുന്നത് ഗ്രഹിക്കുന്നുവെന്ന് ചോദിക്കുകയും ഇത് പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ഷണ്ണൻ പറയുന്നതിൻ്റെ അനുസരിച്ച് ഫിലിപ്പോസിനോട് തന്നോട് അതിന് പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗമാണ് നാം ഈ വായിച്ച് കേട്ടത്. ഇവിടെ വിശേഷാൽ വായിച്ചത് തിരുവെഴുത്തുകളിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഇതെല്ലാം പറയുന്ന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായമാണ് ഷണ്ണൻ ഈ വായിക്കുന്നത്. അത് വായിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകാത്തതുകൊണ്ട് ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ഒരു രംഗമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ ചിന്തിച്ചതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് കടക്കുവാനായിട്ട് പോകുന്നില്ല. കാര്യം ഈ ഒരു വിഷയം ഇന്ന് പറഞ്ഞു തീർക്കുവാനായിട്ട് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവായ യേശു തൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം കഷ്ടം അനുഭവിക്കും എന്നുള്ളത് പ്രവാചകന്മാരിൽ കൂടി അരുളി ചെയ്തിരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ഇവിടെ ഷണ്ണൻ വായിക്കുന്നത്. അതായത് യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ അതും ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. ഈ ഭാഗമാണ് ഷണ്ണൻ ഇവിടെ വായിക്കുന്നത്. ഇവിടെ വായിച്ചിട്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാകാഞ്ഞതുകൊണ്ട് അതിൻ്റെ പൊരുൾ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതുപോലുള്ള അനേക കാര്യങ്ങൾ ദൈവം ഇവരോട് പ്രാവചനിക ഭാഷയിൽ അറിയിച്ചിട്ടുണ്ട്. തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്നും തൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവൻ ആ കഷ്ടം അനുഭവിക്കുമെന്നും ഒക്കെ പ്രവാചകന്മാരിൽ കൂടി അവരെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്നതിൻ്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമാകുമെന്നും ആ യാഗത്തിലൂടെ ഒരു പുതുവഴി തുറക്കപ്പെടുമെന്നും തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടുന്ന ഒരു രക്ഷാമാർഗം തുറക്കുമെന്നും അല്ല ഇവിടെ ഈ പറയുന്നത്. വളരെ വളരെ സീരിയസ് ആയിട്ടും വളരെ ആത്മീക പക്വതയോടും ഈ വിഷയത്തെ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഈ വിഷയം മനസ്സിലായില്ലെങ്കിൽ നാം വളരെയധികം തെറ്റിപ്പോകും.
ഇന്ന് ക്രിസ്തീയ മാർഗം തെറ്റിപ്പോയിരിക്കുന്നത് ഈ ആത്മീക പക്വതയില്ലാതെ കാള പെറ്റുവെന്ന് കേൾക്കുമ്പോഴത്തേന് കയറെടുക്കുന്ന നയം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട്. ഇവിടെ യഹൂദനോട് എന്താണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്? അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ ആരോടാണ് പറയുന്നത്? യെശയ്യാ പ്രവാചകൻ ഒരു എന്താ പറയുന്നത്, മിസ്രൈമിലെ ജനങ്ങളോടോ അല്ലെന്നുണ്ടെങ്കിൽ അശൂറിൽ ഉള്ള ജനങ്ങളോടോ അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ഏഷ്യ മൈനറിലുള്ള ജനങ്ങളോടോ അല്ലെന്നുണ്ടെങ്കിൽ യവനായ ജനങ്ങളോടോ ഒന്നും അല്ല യെശയ്യാ പ്രവാചകൻ ഈ പ്രസംഗിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ ദൈവം അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്, ദൈവത്തിൻ്റെ നാവായിട്ട് തൻ്റെ ജനത്തോട് ദൈവം സംസാരിക്കുക. അതുകൊണ്ട് അവർക്ക് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ദൈവം അവരോട് പറയുക. കാര്യം അവർ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവജനമാണ്. വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി പോകുന്ന യഹോവ ദൈവമായ വിശുദ്ധ ജാതിയായ അവൻ അവകാശമായ ജനമാണ്. അവർക്ക് സ്പെസിഫിക്കലി കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളെ യെശയ്യാ പ്രവാചകനിൽ കൂടി തന്നെ അറിയിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ മാത്രമല്ല, ഇതിനു മുമ്പ് ദാനിയേലിനോട് ദൈവം പറഞ്ഞിരിക്കുക. പ്രവാചകന്മാരിൽ കൂടി എല്ലാം ഈ വിഷയം അറിയിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകനിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ദാനിയേലിനോട് പറയുന്നൊരു ഭാഗമാണ്, വിശേഷാൽ നമുക്ക് 9-ാം അധ്യായം 25 മുതൽ 27 വരെ വായിക്കുമ്പോൾ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നതാണെന്ന് അറിയാമോ? 62 ആഴ്ചയും ആദ്യത്തെ ഒരു 7 ആഴ്ചയുണ്ട്, അതും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേന് 62 7 69 ആഴ്ച. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അതാരാണ്? മശിഹ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരുമെന്നും അവൻ ഛേദിക്കപ്പെടുമെന്നും ഒക്കെ ദാനിയേലിനോട് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ സങ്കീർത്തന പുസ്തകങ്ങൾ 22-ാം അധ്യായം, അതിലൊക്കെ ദാവീദ് പ്രാവചനിക ഭാഷയിൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ കണ്ടുകൊണ്ടും കർത്താവ് കഷ്ടം അനുഭവിക്കുന്നതിനെ കണ്ടുകൊണ്ടും ഒക്കെ പറഞ്ഞിരിക്കുക. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്ന ഭാഗം ഞാനൊന്നുകൂടെ വായിക്കാം. നമ്മുടെ ഒരു പെട്ടെന്നൊരു ക്വിക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ വായിക്കാം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. മനസ്സിലാകുന്നുണ്ടോ? ഇവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അകന്നു പോയിരുന്ന ജനം. അയ്യോ, പാപമുള്ള ഒരു ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അവരെല്ലാവരും താൻ്റെ വഴിക്ക് തിരിഞ്ഞു പോയിരുന്നു. അവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിക്കളഞ്ഞിരുന്നു. അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. എൻ്റെ ജനത്തിൻ്റെ, ശ്രദ്ധിച്ച്, എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം, വളരെ സ്പെസിഫിക് ആയിട്ട് പറയുക, എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും ആ തലമുറയിൽ വിചാരിച്ചു. ഫോർ ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് മൈ പീപ്പിൾ വാസ് ഹി സ്ട്രിക്കൻ. എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവൻ കഷ്ടമനുഭവിക്കുക എന്ന് ആ തലമുറയിൽ വിചാരിച്ചു. ഒരു മനുഷ്യർ പോലും അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തമായവർ അവൻ കഷ്ടമനുഭവിക്കുന്നത് അവൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്ഗ്രഷൻ നിമിത്തമാണ് കർത്താവ് അടികൊള്ളുന്നത്, ദണ്ഡനം അനുഭവിക്കുന്നതെന്ന് ആ തലമുറയിൽ ആരും അറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ദാനിയേലിനോട് പറയുന്നൊരു ഭാഗം നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കൂടെയൊക്കെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് യഹൂദൻ്റെ വിളിയും തിരഞ്ഞെടുപ്പുമാണിത്. എൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും. ദാനിയേലിനെ കാണിച്ചു കൊടുത്തോ എബ്രായ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുന്നത് എൻ്റെ ജനം. ദൈവം പറയുക എൻ്റെ ജനം. എൻ്റെ ജനം എന്ന് പറയുന്നത് ലോകത്തിലുള്ള മുഴുവൻ പേരല്ല, വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു സ്ട്രീമാണ് യഹൂദൻ. അവരോട് പറയുക എൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും. വിശുദ്ധ നഗരം എന്ന് പറയുന്നത് എത്യോപ്യയോ റോമോ എഫെസോസോ ഒന്നുമല്ല, യെരുശലേമാണ്. ഹല്ലേലൂയ. വളരെ സ്പെസിഫിക് ആയിട്ട് അവരോട് പറയുന്ന കാര്യങ്ങൾ. സങ്കീർത്തനം നമുക്ക് നോക്കാം. സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം. ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കിട്ടിയാൽ ഇതൊരു വലിയ അനുഗ്രഹമാണ് ഈ വിഷയം മനസ്സിലാകുവാനായിട്ട്. 22-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ കണ്ടില്ല? അവിടെ പറയുക, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ആരുടെയാ? മിസ്രൈമ്യരുടെ അല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീക്കുകാരുടെ അല്ല. വളരെ സ്പെസിഫിക് ആയിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവജനമാണ്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു.
പകൽ മേഘസ്തംഭമായിട്ട് രാത്രി അഗ്നിസ്തംഭമായിട്ട് ദൈവം അവരോട് കൂടെ നടന്ന് അവരെ കൊണ്ട് നടന്ന ദൈവജനമാണ്. ദൈവം സൈന്യങ്ങളുടെ യഹോവയായ ദൈവമാണ്. അത്ഭുതങ്ങളുടെ ഒരു പരമ്പര കണ്ട ജനമാണ്. ദൈവത്തിൻ്റെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ദൈവജനവും അവരുടെ വാഗ്ദത്ത ദേശത്തിലേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ സ്വർഗീയ കനാൻ എന്ന് പറയുന്നത്. അതാണ് അവരുടെ വിളി. ഇവിടെ 22-ാം അധ്യായത്തിൽ ദാവീദ് ഈ കാര്യങ്ങൾ പ്രാവചനിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. അനേക കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാരെന്നെ ചുറ്റിയിരിക്കുന്നു, ബുഭുക്ഷയോട് അലറുന്ന സിംഹം പോലെ അവരെൻ്റെ നേരെ വായ് പിളർക്കുന്നു. കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും അടിപ്പിണരുകളാൽ കർത്താവിനെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം ഞാൻ കഷ്ടം അനുഭവിച്ചിരിക്കുന്നു എന്ന് വേറൊരു രീതിയിൽ കൂടെ പറയുന്ന ഭാഗമാണ്. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിന് നടുവെ ഉരുകിയിരിക്കുന്നു, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ടുമിരിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അവരെ കുന്തം കൊണ്ട് കുത്തിയും അടിച്ചും ഉപദ്രവിച്ചും വീണും എഴുന്നേറ്റും ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കി അടിച്ച് ഉപദ്രവിക്കുന്ന ഭാഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം അവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ദാവീദ് പ്രാവചനിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഷണ്ണൻ വായിക്കുന്നത് ജനത്തിൻ്റെ അതിക്രമ നിമിത്തം കർത്താവ് കഷ്ടമേറ്റ ഭാഗം, അവരുടെ ജനത്തിൻ്റെ എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം കർത്താവ് കഷ്ടമേൽക്കുന്ന ഭാഗം യെശയ്യാ പ്രവാചകനിൽ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ആ സംഭവം എന്ന് പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് ഫിലിപ്പോസ് അതിൻ്റെ ഉള്ള അവസ്ഥ ഷണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ആ ഒരു അനുതാപം തൻ്റെ ഹൃദയത്തിലുണ്ടാവുക. അങ്ങനെ ആ ഹൃദയത്തിൽ അനുതാപം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പറയുക, അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടവരെ സ്നാനപ്പെടണം, ജലസ്നാനം സ്വീകരിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവരുടെ ഉപദേശം അതാ, അവരുടെ ഗ്രേറ്റ് കമ്മീഷൻ അതാ. അത് ഫിലിപ്പോസ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് അടുത്ത് എവിടെ വെള്ളം എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണം, എവിടെ വെള്ളമെന്ന് നോക്കി നിൽക്കുമ്പോൾ റോഡ് സൈഡിൽ കിടക്കുന്ന വെള്ളം കാണുമ്പോൾ ഷണ്ണൻ അവിടെ സ്നാനപ്പെടുവാനായിട്ട്, അതാ വെള്ളം, എനിക്ക് സ്നാനം വിലക്കുവാൻ ആർക്ക് കഴിയും? എനിക്ക് സ്നാനം ആവശ്യം, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഫിലിപ്പോസ് പറയുകയാണ്, നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ നോക്കാം. അവിടെ പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം. അവർ ഇങ്ങനെ വഴി പോകുകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. എങ്ങനെ? നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. എന്തിൽ വിശ്വസിക്കണം? അടുത്തത്, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ അവർ വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു ആണ് നമ്മൾ കാത്തിരുന്ന മശിഹ, അല്ലെങ്കിൽ ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ കാത്തിരിക്കുന്ന മശിഹ ക്രിസ്തു, അത് യേശു ആണ് എന്ന് വിശ്വസിക്കണം. ഇവിടെ പറയാണ്, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അതാ അവർ വിശ്വസിക്കേണ്ടത്. അവരുടെ വിശ്വാസം അതാണ്. പത്രോസ് അപ്പോസ്തലൻ ഇതാ വിശ്വസിച്ചത്. പത്രോസ് പറയാം, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. അന്നേരം കർത്താവ് പറയാം, ബറിയന ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തി തന്നു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാ. അതാണ് അവരുടെ സുവിശേഷം. യേശു തന്നെ ക്രിസ്തു എന്ന് പ്രസംഗിച്ച് യഹൂദന്മാരുടെ വായ അടക്കി കളഞ്ഞു. അതാണ് അവരുടെ സുവിശേഷം. ഇന്ന് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തു ആണെന്നുള്ള വിശ്വാസത്തിലല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. അതിൽ വിശ്വസിക്കുന്നതിലല്ല നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് നമ്മുടെ രക്ഷയും യഹൂദൻ്റെ രക്ഷയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇന്ന് നമ്മുടെ രക്ഷ കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ട് അതിലൂടെ ഒഴുകിയ രക്തം നമുക്ക് വേണ്ടി മറുവില യാഗമായി തീർന്നു. ആ യാഗത്തിലെ വിശ്വാസത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അതാണ് നമ്മുടെ സുവിശേഷം. അതാണ് നമ്മുടെ രക്ഷാമാർഗം. യേശു ക്രിസ്തുവാണെന്നുള്ളതിലല്ല. ഓഫ് കോഴ്സ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ അതല്ല നമ്മുടെ രക്ഷാമാർഗം. ഇവിടെ
ഷണ്ണനോട് പ്രസംഗിക്കേണ്ടത് ആ സുവിശേഷമാണ്. ഫിലിപ്പോസ് പ്രസംഗിച്ചത് ആ സുവിശേഷമാണ്. അവർക്ക് വേണ്ടി കർത്താവ് കഷ്ടം അനുഭവിക്കും. കാര്യം സ്വന്തം ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരാനും അവരുടെ അതിക്രമ നിമിത്തം ദൈവം കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ചുമാണ് അവർ പറയുന്നത്. അത് കഴിയുമ്പോഴത്തേന് കർത്താവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു, അതിലെ വിശ്വാസത്തിൽ ഞാൻ രക്ഷിക്കപ്പെടുന്നു എന്നല്ല ഷണ്ണൻ പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് അവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മാനസാന്തരം വന്ന ആ ദൈവസ്നേഹം അവരുടെ ഉള്ളിൽ വന്ന ആ ദൈവിക വിളിയിലേക്ക് അവർ മടങ്ങി വരികയാണ്. വന്നു കഴിഞ്ഞാൽ അടുത്തത് ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക. അതും ഒട്ടും താമസിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് റോഡ് സൈഡിലെ വെള്ളത്തിൽ തന്നെ ഷണ്ണൻ സ്നാനപ്പെടുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതാണ് അവരുടെ വിളി. എന്നാൽ അതല്ല ക്രിസ്തീയ മാർഗം. ഇവിടെ ഈ സുവിശേഷം തന്നെയാണ് ഇനിയും പ്രസംഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഇവർ ഇസ്രായേൽ കൂട്ടത്തോട് യഹൂദന്മാർ രക്ഷിക്കപ്പെടുന്നൊരു സമയം ഉണ്ടാകാൻ പോവുക. ഞാനൊരു ഭാഗം കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സഖരിയ പ്രവചനം അതിൻ്റെ 12-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് സഖരിയ പ്രവചനം 12-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെ. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ദൈവം ഈ സത്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. കർത്താവ് അവർക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതും എൻ്റെ ജനത്തിൻ്റെ അകൃത്യം നിമിത്തം താൻ കഷ്ടം അനുഭവിച്ചതും ഒക്കെ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അത് പ്രസംഗിക്കാൻ അവരുടെ ഇടയിൽ 2 അഭിഷിക്തന്മാരെ അയക്കും. ഏലിയാവും മോശയും ഒക്കെ വന്നിട്ട് അവരോടത് പ്രസംഗിക്കും. അന്ന് അവരിലൊരു മാനസാന്തരം ഉണ്ടാകും. ഇസ്രായേൽ ആസ് എ ഹോൾ ഒരു വലിയ മാനസാന്തരത്തിലേക്ക് പോകും. ഒരു രാഷ്ട്രമായിട്ട് അവർ വിടുവിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് അഭക്തിയെ ദൈവം മാറ്റും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകാൻ പോവുകയാണ്. ആ സംഭവമാണ് ഇവിടെ ഫിലിപ്പോസ് ഷണ്ണനോട് പറയുന്നത്. ആ ഷണ്ണനിൽ ഉണ്ടാകുന്ന മാനസാന്തരം ഇതേ മാനസാന്തരമാണ് ഉണ്ടാകുന്നത്. ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. എന്നാൽ സത്യം എന്താണ് നടക്കുന്നതെന്ന് ഷണ്ണനോട് ഫിലിപ്പോസ് പറയുന്നത് പോലെ മാസീവായിട്ട് ഒരു വലിയ പ്രസംഗം നടക്കും. അന്നേരം നടക്കുന്ന കാര്യമാണ് സഖരിയ പ്രവാചകനോട് പ്രവചിച്ചിരിക്കുന്നത്. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അന്ന് അവർക്കിതൊക്കെ മനസ്സിലാകും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. മനസ്സിലാകുന്നുണ്ടോ? അന്നാളിൽ മെഗിദോ താഴ്വരയിലുള്ള ഹദദ് റിമോനിലെ വിലാപം പോലെ യെരൂശലേമിലൊരു മഹാവിലാപമുണ്ടാകും. ദിവസങ്ങളോളം മോർണിംഗ് പ്രഖ്യാപിക്കും. അവർ ചെയ്ത തെറ്റും അവർ ചെയ്ത അകൃത്യവും അവർക്ക് മനസ്സിലാകും. അവർ കർത്താവിലേക്ക് മടങ്ങി വരും. ദേശം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും. അടുത്തതിങ്ങനെ പറയുക, ലേവി ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും. ഇവരെല്ലാവരും രാഷ്ട്രമായിട്ട് വിലപിക്കുന്ന ഒരു സമയം വരാൻ പോകുക. കാര്യം ഈ സത്യം അവർക്ക് മനസ്സിലാകണം. അന്ന് അവരിൽ എന്ത് എഫക്റ്റ് ഉണ്ടാകുമോ ആ എഫക്റ്റാണ് ഇപ്പോൾ ഷണ്ണനിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഖരിയ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം കൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ പറയുകയാണ്, നിൻ്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ. എങ്ങനെ? യേശു ക്രിസ്തുവിനോട് അവർ വിലാപത്തോട് അവർ ഹൃദയ നുറുക്കത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിൻ്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. ഹല്ലേലൂയ. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അവരുടെ കഷ്ടം നിമിത്തം, അവരുടെ അകൃത്യം നിമിത്തം ദൈവം അവർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുക. ഹല്ലേലൂയ. അന്ന് അവരോട് ചോദിക്കും, നിൻ്റെ ഈ വിലാപ്പുറം, നിൻ്റെ ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. ഇതാണ് യെശയ്യാ പ്രവാചകനും തൻ്റെ ആ പ്രവചന പുസ്തകത്തിൽ കൂടി വിവരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷാ പദ്ധതിയോ ദേഹം എന്ന തിരശീല ചിന്തി കർത്താവ് സ്വർഗത്തിൽ അന്ന് വരെ മറച്ചു വെച്ചിരുന്നതായ ഒരു സ്വർഗീയ പദ്ധതിയോ അല്ല ഇവിടെ ഈ പറയുന്നത്.
ഇവിടെ ഷണ്ണന് ഫിലിപ്പോസ് വന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ കൂടെ വെളിപ്പെട്ട ആ ഒരു ക്രൂശിൻ്റെ മാർഗമല്ല, അത് വെളിപ്പെട്ടിരുന്നില്ല. അത് വെളിപ്പെടുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. ഇവിടെ പറയുന്ന ഭാഗം ഇതാണ് ടു ഫോൾഡ് പർപ്പസ് ഓഫ് ക്രൂസിഫിക്ഷൻ. ഒന്ന് യഹൂദിയ പദ്ധതിയും ഒന്ന് ക്രിസ്തീയ പദ്ധതിയും, ഒന്ന് മറഞ്ഞിരുന്ന പദ്ധതിയും ഒന്ന് പ്രാവചനിക ഭാഷയിൽ കൂടെ അല്ലെ വാഗ്ദത്ത പദ്ധതിയിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നതുമാണ്. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ആക്കുമ്പോഴാണ്, റൈറ്റ് ഡിവിഷൻ ഇല്ലാതെ പോകുമ്പോഴാണ് കാര്യങ്ങൾ തെറ്റിപ്പോകുന്നത്. ഇന്ന് ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ആ ഉദാഹരണം എടുത്ത് നമ്മളൊരു ക്രിസ്ത്യാനിയെ സ്നാനപ്പെടുത്തുന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. ബിക്കോസ് ആ കാലഘട്ടം അല്ല ഇത്. കാര്യങ്ങളെ മനസ്സിലാകാതെ പോയിരിക്കുന്നുണ്ട്. നാം ഇതെല്ലാം സ്നാനത്തിന് നമ്മൾ ഉദാഹരണമായിട്ടും അതിന് ഉപോത്ബലകമായിട്ടും എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ആക്ച്വലി അതല്ല ഇവിടെ നടക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷാമാർഗത്തെ മനസ്സിലായി കഴിഞ്ഞാൽ there is nothing more than that is required for your salvation. It is the cross of Christ that saves you today. It is just because of the grace of God you are saved. ഹല്ലേലൂയ. ഇത് ക്രൂശിലൂടെ തുറന്ന രക്ഷാമാർഗത്തെയോ സകല ജാതികൾക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന കാലഘട്ടവുമല്ല. എന്നാൽ അത് മനസ്സിലാക്കാതെ പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ റിജക്റ്റ് ചെയ്തിട്ട് ദൈവം ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെ പകർന്ന് ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവസഭയ്ക്കെതിരായിട്ട് തിരിഞ്ഞ ദൈവജനത്തെ ദൈവം കൈവിട്ട് കളഞ്ഞു. ഇസ്രായേലിനെ ദൈവം കൈവിട്ട് കളഞ്ഞു. റോമാലേഖനം 11:11 Rather, through the fall of Israel, salvation came unto Gentiles. ഇവിടെ വെച്ച് യഹൂദൻ്റെ ഒരു വീഴ്ച സംഭവിക്കുക. ആ ഒലിവ് മരത്തെ ദൈവം വെട്ടിക്കളയുക. ആ ഒലിവ് മരത്തെ വെട്ടിക്കളഞ്ഞിട്ട് ആ സ്വർഗീയ പദ്ധതിയായ ദൈവിക പദ്ധതിയിൽ കാട്ടൊലിവായിരുന്നു നമ്മളെ ഒട്ടിക്കുക. അത് യഹൂദനോട് ചേർത്ത് ഒട്ടിക്കുന്ന പദ്ധതിയല്ല, സ്വർഗീയ പദ്ധതിയിൽ നമ്മളെ ഒട്ടിക്കുക. ആത്മീക പക്വതയോടെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്ന് കർത്താവ് ആരംഭിക്കുന്ന ഒരു പദ്ധതി പൗലോസ് അപ്പോസ്തലനിൽ കൂടെ വെളിപ്പെടുത്തി കൊടുക്കുക. 12 പേരെ കർത്താവ് ഹാൻഡ് പിക്ക് ചെയ്ത് കൂടെ കൊണ്ട് നടന്ന 12 പേരാണ്. 3.5 വർഷം അവരോട് കൂടെ നടന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് അവസാനം എന്ത് ചെയ്യണമെന്ന് 40 ദിവസം മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം അവരോട് കൂടെ നടന്ന് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പരിശുദ്ധാത്മാവാം ദൈവം അവരുടെ മേൽ പകർന്ന് മേൽ പകർന്ന് ഭൂമിയിൽ പാപം വരെ മോചിക്കുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന 12 അപ്പോസ്തലന്മാരാണ്. അവർ ജീവനോടിരിക്കുമ്പോഴും അവരുടെ കാലഘട്ടത്തിലും അവർ 1 വർഷമായതേ ഉള്ളൂ അവർക്ക് ഈ കൽപ്പന കൊടുത്തിട്ട്. അതിനുശേഷം പൗലോസ് എന്ന് പറയുന്ന പുതിയൊരാളെ വിളിക്കുക, സ്വർഗത്തിൽ മറഞ്ഞിരുന്നൊരു സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തുക. ഈ കാലഘട്ടത്തെ നിങ്ങൾ വിഭജിച്ച് മനസ്സിലാക്കണം. പോളിനെ വിളിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൂശിൽ കൂടെ ആരംഭിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി. യഹൂദനും യഹൂദ മതാനുസാരിക്കും മാത്രമല്ല രക്ഷ, ഉലകത്തിലുള്ള സകല മാനവരാശിക്കും രക്ഷ എന്ന് പറയുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം ആരംഭിക്കുക. ദിസ് വാസ് കംപ്ലീറ്റ്ലി ഹിഡ് ഇൻ ഗോഡ്. ഇതിനു മുൻപ് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പൗലോസിൽ കൂടെയും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവദാസന്മാരിൽ കൂടി, അന്ന് പൗലോസിൽ കൂടെ, ബർന്നബാസിൽ കൂടെ, അല്ലെന്നുണ്ടെങ്കിൽ തീത്തോസ്, തീമത്തിയോസ്, അതുപോലെ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ ദൈവം അവരുടെ ഇടയിൽ തന്നെ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ഒക്കെ സഭയിൽ നിയമിക്കുക. ഒരു വലിയ ദൈവിക പദ്ധതി അവിടെ ആരംഭിക്കുക. ഇതിനെ ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനം ഉത്സാഹിച്ചില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകുന്നതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങളുടെ ബ്ലഡ് കൊണ്ട് നിങ്ങൾ സൈൻ ചെയ്ത് സ്വീകരിക്കുകയാണെന്ന് വിചാരിച്ചോണം. ഹല്ലേലൂയ. അത്ര വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മുടെ ഹൃദയത്തിന് ഒരു വിശാലത തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. ദൈവമാണ് അവരെ വിട്ടുകളഞ്ഞത്. റോമാലേഖനം 11 അതിൻ്റെ 25-26 വാക്യങ്ങൾ. റോമാലേഖനം 11 അതിൻ്റെ 25-26 അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. എന്താണ് അംശമായി കാഠിന്യം? ഇന്ന് യഹൂദനും രക്ഷിക്കപ്പെടാനുള്ള മാർഗമായത്. ഇന്ന് 2 പദ്ധതിയില്ല. ഇന്ന് അവിടെ എന്തെല്ലാം സംഗതികൾ അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ന് രക്ഷ അവരുടെ മാർഗത്തിലല്ല, ഈ പദ്ധതിയിലാണ് രക്ഷ. ഒരേ കാലഘട്ടത്തിൽ 2 രക്ഷാ പദ്ധതിയില്ല.
ഈ കാലഘട്ടത്തിലെ രക്ഷ കർത്താവിൻ്റെ ക്രൂശ. അംശമായിട്ട് അവർക്ക് കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ഇന്നൊരു വലിയ കൂട്ടം യഹൂദന് ഈ കാര്യമേ മനസ്സിലായിട്ടില്ല. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ഇതിൻ്റെ ഭാഗമായി തീരാനുള്ള ഭാഗ്യമുണ്ട്. അവരെ കംപ്ലീറ്റായിട്ട് കട്ട് ചെയ്ത് വിട്ടിരിക്കുകയല്ല. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്ന മാതിരി ഒരു കാലമല്ല. അവർക്കും രക്ഷിക്കപ്പെടാനുള്ള അവസരമുണ്ട്. 26-ാം വാക്യം, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ആരാ യാക്കോബ്? അതാ ഇസ്രായേൽ. അവരിൽ നിന്ന് അഭക്തിയെ മാറ്റും. അവരുടെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്ന ആ അഭക്തിയെ മാറ്റും. 28-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് അവിടെ പറയുക, സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. അവരെ തിരഞ്ഞെടുത്തിരിക്കുന്ന പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് കർത്താവ് ലോകത്തിൽ വന്നതാണ്. പിതാക്കന്മാർ നിമിത്തം അവർ പ്രിയന്മാർ. അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്ത സന്തതി ആ തലമുറയാണ്. അവർ പ്രിയന്മാരാണ്. പക്ഷെന്നുണ്ടെങ്കിൽ സുവിശേഷ നിമിത്തം അവർ ശത്രുക്കൾ. ഏത് സുവിശേഷത്തിലാണ് അവർ ശത്രുക്കളായിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയാൽ ഇന്ന് ക്രിസ്ത്യാനി രക്ഷിക്കപ്പെടും. ആ സുവിശേഷമാണ് കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്നുള്ളത്. ആ സുവിശേഷമല്ല അവരുടെ സുവിശേഷം. അത് അവർക്ക് മനസ്സിലായിരുന്നില്ല. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും തിരുനാളും പെരുന്നാളും ഒത്തിരി കാര്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷണ്ണനിലേക്ക് മടങ്ങി വരാം. എത്യോപ്യക്കാരൻ ഷണ്ണനോട് ഫിലിപ്പോസ് ഇവിടെ പറയുന്ന ഭാഗം, യെശയ്യാ പ്രവാചകൻ ആ എഴുതിയിരിക്കുന്ന ഭാഗത്തോടി എന്താണ് കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നാം മനസ്സിലാക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തൻ്റെ ഉള്ളിൽ ആ മാനസാന്തരം ഉണ്ടാവുകയും സ്നാനത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുകയും വഴിയിൽ വെച്ച് തന്നെ താൻ സ്നാനപ്പെടുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ താൻ കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും ചെയ്യുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ആ ഒരു ഉപദേശമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതല്ല നമ്മുടെ വിശ്വാസം. ഇന്നത്തെ ജാതികളായ നമ്മുടെ രക്ഷാ പദ്ധതി എന്ന് നാം മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിലെ സന്തോഷത്തിലാണ് ഷണ്ണൻ തുള്ളിച്ചാടി സന്തോഷിച്ച് ഉല്ലസിച്ചുകൊണ്ട് അവൻ എത്യോപ്യയിലേക്ക് മടങ്ങിപ്പോകുന്നത്. ഇവിടുത്തെ ട്രാപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദൻ്റെ വാഗ്ദത്ത പദ്ധതിയും അവൻ്റെ വിളിയും പ്രത്യാശയും അത് യഹൂദീയമാണ്, അതല്ല ക്രിസ്തീയ വിശ്വാസം. ഇതാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു വലിയ ട്രാപ്പാണ് ഇത് യഹൂദിയ പദ്ധതിയാണെന്നും നമ്മുടെ വിശ്വാസം ഇതല്ല എന്നും നമുക്കിന്ന് ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. ക്രിസ്ത്യാനിയുടെ രക്ഷാപദ്ധതി എന്താണെന്ന് നമുക്കറിയത്തില്ല. ക്രൂശൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ അതൊന്നും അല്ല ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ വിശ്വാസം മുഴുവൻ. ഇവിടെ 40,000-ലേറെ ഡിനോമിനേഷനുകളും 56 കൂട്ടം കൂതാശകളും നിറയെ സംഗതികൾ ചെയ്തു വെച്ചിരിക്കുക. ഒരു സിമ്പിൾ സുവിശേഷം, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ സകല മനുഷ്യരും രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ കാലഘട്ടം. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തെ സാത്താൻ ഭയങ്കര തന്ത്രപരമായിട്ട് മറച്ചിരിക്കുക, ബൈബിളിൽ കൂടെ മറച്ചിരിക്കുക. ഏദൻ തോട്ടത്തിൽ ഹവ്വയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നതും ദൈവം പറഞ്ഞ വാക്യത്തെ തിരിച്ചു വളച്ചൊടിച്ചുകൊണ്ട്, അങ്ങനെ ദൈവം ശരിക്കും പറഞ്ഞിരുന്നു. മനസ്സിലായോ? ദൈവവചനത്തിൽ കൂടാണ് സാത്താൻ്റെ എപ്പോഴുമുള്ള അറ്റാക്കുകൾ ഉണ്ടാകുന്നത്. കർത്താവിനെ പരീക്ഷിക്കാനും ചോദിക്കുന്നത്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കർത്താവിനോട് സാത്താൻ പറയുന്നത്, ഈ ഗോപുരത്തിന് മുകളിൽ നിന്ന് ചാടാൻ പറയുന്നതും തിരുവചനത്തിൽ കൂടിയാണ് തെറ്റിക്കാൻ നോക്കുന്നത്. മനസ്സിലായോ? ഇന്ന് ക്രിസ്ത്യാനികളെ 40,000-ലേറെ ഡിനോമിനേഷനുകളായിട്ട് തിരിച്ചിരിക്കുന്ന ഈ തിരുവചനത്തിൽ കൂടിയാണ്. എന്നാൽ ഇതിനകത്ത് ഒരു മാർഗമേ ഉള്ളൂ, സത്യമാർഗം. 40,000-ലേറെ ഡിനോമിനേഷനായിട്ട് തിരിച്ചിരിക്കുക. ഇവിടാണ് ആ ട്രാപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ സത്യവചനത്തിലേക്ക് വന്നിട്ടുള്ള ഒരുത്തരുമില്ല, എല്ലാവരും തെറ്റായ മാർഗത്തിലേക്ക് പോയിരിക്കുക. ഞാനിത് പറയുമ്പോൾ വളരെ ആത്മഭാരത്തോടാണ് പറയുന്നത്. ഒരിക്കലെങ്കിലും ബൈബിൾ ഒന്ന് തിരിച്ചു നോക്കുവാൻ. മൂക്കിൽ നിന്ന് ശ്വാസം പോയതിന് ശേഷം ഈ ഒരു സംഗതി നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ കഴിയുമെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. സ്വർഗത്തിലാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ബെരോവക്കാരെ പോലെ തിരുവചനം അങ്ങനെ തന്നെയോ എന്ന് പരീക്ഷിക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുക. അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ മേലെ കൂടെ പോയാലേ അമേരിക്കയിൽ എത്തൂ എന്നുള്ളതും വാസ്തവമാണ്. ഇതൊന്നും തെറ്റല്ല. അറ്റ്ലാന്റിക് ഓഷൻ അവിടെ ഉണ്ട്. അതിൻ്റെ മേലെ കൂടെ പറഞ്ഞാലേ അമേരിക്കയിൽ എത്തത്തുള്ളൂ. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷെ താങ്കൾ പോകുന്നത് അമേരിക്കയ്ക്കല്ല, താങ്കൾ പോകുന്നത് ചൈനയ്ക്കാണ്. ചൈനയിലോട്ട് പോകുന്ന ഒരാൾക്ക് അറ്റ്ലാന്റിക് ഓഷന് മേലെ കൂടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്.
ഈ പറഞ്ഞതുപോലെയാണ് നാം സ്വർഗത്തിലേക്ക് പോകാനുള്ളത്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. നമ്മളെ റാപ്ചറിൽ സഭ ഇവിടുന്ന് ചേർക്കപ്പെടുമ്പോൾ മധ്യാകാശത്തിൽ കർത്താവ് നമ്മളെ ചേർക്കും. നാം അങ്ങനെ വാനമേഘങ്ങളിൽ കർത്താവിനോടൊപ്പം സന്ധിക്കും. അങ്ങനെ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ പോയതിനു ശേഷം നാം നിത്യം സ്വർഗത്തിൽ വസിക്കും. കൂടാരമായി ഈ ഭൗമഭവനം അഴിഞ്ഞു പോകും. നിത്യമായ ഒരു സ്വർഗീയ ഭവനം നിത്യം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുക. ഞാൻ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും കണ്ടു. ഐ ഹാവ് സീൻ എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്. ഇത് രണ്ടും രണ്ട് സ്വർഗീയ പദ്ധതികളാണ്. ഒന്ന് ക്രൂശിലൂടെ വിടുവിക്കപ്പെടുന്ന വീണ്ടെടുക്കപ്പെടുന്ന ക്രിസ്തീയ പദ്ധതിയാണ്. ഇന്ന് ക്രിസ്ത്യാനിക്ക് ആ പദ്ധതി അറിയത്തില്ല. ഇന്ന് നാം സംഭവം യഹൂദിയ പദ്ധതിയിൽ ട്രാപ്റ്റായി പോയിരിക്കുക. ഈ ഷണ്ണൻ്റെ ഉദാഹരണത്തിന് ഞാനൊരു ക്ലാസിക് എക്സാമ്പിളാണ്. ഷണ്ണനോട് ഫിലിപ്പോസ് പറയുന്ന സ്നാനപ്പെടാൻ പറയുന്നത് അവൻ്റെ വിശ്വാസവും അവൻ്റെ സ്വർഗീയ പദ്ധതിയായിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനെ കുറിച്ചാണ്. താങ്കളുടെ പദ്ധതി അതല്ല. താങ്കൾ ഇന്ന് ഇവിടെ ഈ മാനസാന്തരം ഈ സ്നാനപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുകയുള്ളൂ, കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കുവാൻ മനസ്സുള്ളവർക്കായിട്ടും ദൈവസ്നേഹത്തോടു കൂടി തിരുവചനത്തെ പരിശോധിച്ച് സത്യമാർഗത്തെ കണ്ടെത്തുവാനും താല്പര്യം കാണിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ രക്ഷ ഒരേ ഒരു മാർഗമാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ എന്നെ ചേർപ്പാൻ വീണ്ടും വരും. എൻ്റെ സകല പാപവും ആ രക്തത്തിൽ കഴുകപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലായി വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശ്വാസം എൻ്റെ ഉള്ളിൽ ആഴമായി പതിഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിടുകയാണ്. ഹല്ലേലൂയ. വീണ്ടെടുപ്പിൻ നാളിനായിട്ട് എൻ്റെ ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. അന്ന് ഈ ശരീരം വിൺമയമായ ഈ ശരീരം എനിക്ക് ഒരു പുതിയ ശരീരം ലഭിക്കും. അന്ന് ഞാൻ ആ കർത്താവിൻ്റെ ശരീരത്തോട് ഈ താഴ്ചയുള്ള ശരീരത്തെ ആ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും, ഏകീഭവിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം നിത്യം ഞാൻ സ്വർഗത്തിൽ വാഴും. ഇതാ ക്രിസ്തീയ വിശ്വാസം. ഇതൊരു കൃപാ കാലഘട്ടമാണ്. ഇത് ദൈവം കരുണ തോന്നി നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു രക്ഷാ പദ്ധതിയാണ്. ഇത് കൽപ്പനകളും പ്രമാണങ്ങളും പരിച്ഛേദനയും 10 കൽപ്പനയിലും പൗരോഹിത്യത്തിലും രക്ഷപ്പെടുന്ന ഒരു മാർഗമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഷണ്ണൻ്റെ മാർഗത്തിൽ കൂടി സത്യം മനസ്സിലാക്കുവാൻ ഈ ഷണ്ണൻ്റെ അപ്പോസ്തലപ്രവൃത്തികളെ 8-ാം അധ്യായത്തിലെ ആ ഒരു ഉപദേശത്തിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ കൂടി ആ സത്യം മനസ്സിലാക്കുവാൻ ഫിലിപ്പോസിന് ഈ കാര്യം അറിയാമായിരുന്നുണ്ടെങ്കിൽ 8-ാം അധ്യായം ഒരു 3-4 പേജിലെങ്കിലും എഴുതി തീർത്തതിന് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി ഫിലിപ്പോസിന് അറിയാമായിരുന്നെങ്കിൽ, ഫിലിപ്പോസിന് അറിയാവുന്നത് തൻ്റെ ജനത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് കർത്താവിനെ അടുപ്പിച്ചതിന് ശേഷമാണ് ക്രൂശിക്കുന്നത്. ഇത് രണ്ട് ഈവൻറ്റുകളാണ്. ഒരുത്തരെ പോലും ക്രൂശിക്കാൻ ശിക്ഷിച്ചിരിക്കുന്ന ഒരാളെ അടുപ്പിക്കത്തില്ല. ഒന്നുകിൽ അടി അല്ലെങ്കിൽ ക്രൂശ്. ഇടത്തും വലത്തും ക്രൂശിച്ചിരിക്കുന്ന 2 കള്ളന്മാരുണ്ട്. അവരെ അടുപ്പിച്ചിട്ടില്ല. അവരെ നേരെ ക്രൂശിക്കുക. അവിടുത്തെ ക്രൂശീകരണം അങ്ങനെയാണ്, നേരെ കൊണ്ട് ക്രൂശിക്കുക ചെയ്യുന്നത്. പക്ഷെ കർത്താവിനെ അടുപ്പിച്ചിരിക്കുക. 1 കുറേ 40 അടി 39 അടി ചാട്ടമാറുകൊണ്ട് അടിച്ച് അത് ആ അടി എന്ന് പറയുന്നൊരു ശിക്ഷയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടയക്കണം. എന്നാൽ അടുപ്പിച്ചതിന് ശേഷവും മഹാപുരോഹിതനും യഹൂദാജനവും അവൻ്റെ മരണത്തിന് വേണ്ടി കരയുന്നു, അലമുറയിടുന്നത് കൊണ്ട് അവനെ ക്രൂശിക്കാനായിട്ട് വിധിക്കുക. പിലാത്തോസ് കൈ കഴുകി മാറിയ കേസാണ്. അടുപ്പിച്ചിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് അടുപ്പിക്കുന്നത്. എന്നാൽ അടുപ്പിച്ചതിന് ശേഷം ക്രൂശിക്കുക. പക്ഷേ ഇതൊന്നും ആക്സിഡൻ്റലി നടക്കുന്നതല്ല, അവിചാരിതമായിട്ട് സംഭവിക്കുന്നതല്ല. 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാരിൽ കൂടി പറഞ്ഞിരിക്കുന്നതാണ്. കർത്താവ് കഷ്ടം അനുഭവിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ്, ക്രൂശീകരണത്തിൻ്റെ പർപ്പസ് എന്താണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിലിപ്പോസ് ഷണ്ണനോട് സംസാരിക്കുകയും 8-ാം അധ്യായത്തിൽ സ്നാനപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് സത്യമാണ്. അറ്റ്ലാന്റിക് ഓഷൻ്റെ മേലെ കൂടെ പറന്നാലേ അമേരിക്കയിൽ ചെല്ലൂ എന്നുള്ളത് എത്രമാത്രം സത്യമാണോ അത്രമാത്രം സത്യമാണ് ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയെന്നുള്ളതും അത് ദൈവിക ഉപദേശമാണെന്നുള്ളത്. പക്ഷെങ്കിൽ ഉപദേശം യഹൂദനുള്ളതാണ്, ഇന്നത്തെ ക്രിസ്ത്യാനിക്കുള്ള ഉപദേശമല്ല അത് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ആ ഒരു വിശാലത ദൈവം നിങ്ങൾക്ക് തരട്ടെ. ബരോവക്കാരെ പോലെ വചനം അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കൃപ തരട്ടെ, വിശാലത തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ,
യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ. ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ. എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. എനിക്കായി മൂലക്കല്ലാകുവാൻ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ. സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതനിൻ വേലയും തികച്ചു. സ്വർഗീയ താതനിൻ വേലയും തികച്ചു. സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ. സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ.
പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. സ്നേഹാനന്ദത്തിനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്തിൽ അങ്ങയെ ആത്മാവിൽ സത്യത്തിലും ആരാധിപ്പാൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഭാഗ്യത്തിനായി സ്തോത്രം. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടി വന്ന ഓരോ ജനത്തെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കേട്ട വചനങ്ങളൊക്കെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ക്രൂശിൻ്റെ വചനം അനേകരോട് പ്രസംഗിപ്പാൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, അനേകരോട് അറിയിപ്പാൻ, അതിലൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ ദൈവമുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഓരോരുത്തരെയും സൂക്ഷിക്കേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ശുശ്രൂഷിച്ച അങ്ങയുടെ ദാസിദാസന്മാരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ അടിയങ്ങളോടും അടിയങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവുവരെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിൽ, ഇന്നത്തെ ഈ സഭായോഗത്തിൽ സംബന്ധിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അടുത്തൊരാഴ്ചവട്ട കാലം മുഴുവനും പ്രത്യേക കൃപകളും വരങ്ങളും ദൈവത്തിൽ നിന്ന് അനുഭവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. മറനാഥ, ഗ്രേസ് ബി വിത്ത് യു. പാടി പുകഴ്ത്തിടാം.